നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ തത്സമയ വിവരങ്ങളാണ് നിഷ ദിലീപ് നൽകിയത്. ഇനി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഗൾഫ് നാടുകളിലേക്ക് പോകേണ്ട മലയാളികളും ദുരിതത്തിലാണ്. നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ, എയർ അറേബ്യ, ഇത്തിഹാദ്, ഇൻഡിഗോ അടക്കമുള്ള സർവീസുകൾ റദ്ദാക്കി. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് യാത്രക്കാർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ശിവദാസ് കൻപനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. അതായത് മലയാളികൾ അടക്കം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ കേരളത്തിൽ ഉണ്ട്. അവർക്ക് തിരിച്ച് മടങ്ങിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ്. നിരവധി ഫ്ലൈറ്റുകൾ റദ്ദാക്കി. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രയാസത്തിലാണ്. നിങ്ങൾ എങ്ങോട്ട് പോകേണ്ടതായിരുന്നു? ഞങ്ങൾ ഷാർജയിലോട്ട് പോകേണ്ട ആൾക്കാരാണ്. ഷാർജ ഇപ്പോൾ ഫ്ലൈറ്റ് വിവരം ക്യാൻസലായെന്നാണ് പറയുന്നത്. റീഷെഡ്യൂളിങ്ങിന് മെയിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇപ്പോഴാണ് വന്നത്? എവിടെ സ്ഥലം? ഞങ്ങൾ അടൂന്ന് വന്നതാണ്. അടൂർ, പത്തനംതിട്ട അടൂർ. പെട്ടെന്ന് തൊട്ടടുത്തല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോകാൻ നമുക്ക് വിവരം കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടില്ല. നമുക്ക് അറിവില്ലായിരുന്നല്ലോ. പെട്ടെന്നുണ്ടായ സംഭവമാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൺഫർമേഷൻ അയക്കാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഏതൊരൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താ റീഷെഡ്യൂൾ ഉണ്ടാവുമെന്ന് പറയുന്നു. ഇപ്പം യാതൊരു അറിവ് കിട്ടിയിട്ടില്ല ഇതുവരെ. ജോലിയൊക്കെ ബാധിക്കുന്നത് പിന്നെ ഉറപ്പായിട്ടും എൻ്റെ മോൾ അവിടെയാണ്. മോളൊറ്റയ്ക്കാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പം നമ്മൾക്ക് അതിനൊരു പ്രയാസമുണ്ട്. വിളിച്ച് സംസാരിച്ചിരുന്നു. കുഴപ്പമില്ല. അവിടെ ഇപ്പം അവിടെ ഇതുപോലെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അധികൃതരോട് സംസാരിച്ചപ്പോൾ എന്താ മറുപടി കിട്ടി? ഇപ്പോൾ ഇവർ കൃത്യമായിട്ട് ഇപ്പോൾ റീഷെഡ്യൂൾ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മെയിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒഫീഷ്യലി. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതറിഞ്ഞ്? ഇവിടെ വന്നതിന് ശേഷമാണ് മുമ്പ് അറിയുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് 1 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ. തീർച്ചയായും അതാണ്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഉണ്ട്, വ്യത്യസ്ത രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന. അതായത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളുകളുണ്ട്, ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകൾ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് വന്ന് തിരിച്ച് മടങ്ങി പോകുന്ന വിദേശികൾ ഉണ്ട്. അങ്ങനെ കുട്ടികളടക്കമുള്ള ആളുകൾ ഉണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ഇവരൊക്കെ കടുത്തൊരു പ്രതിസന്ധിയിലായിരിക്കുന്നു. കാരണം ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള ഒട്ടുമിക്ക ഫ്ലൈറ്റുകളും ക്യാൻസലാക്കിയിട്ടുണ്ട്. അത് എപ്പോൾ ഇനി വീണ്ടും സർവീസ് ആരംഭിക്കും എന്നുള്ളത് വ്യക്തതയില്ല. കൃത്യമായ ഒരു വിവരം അവർക്ക് നൽകാൻ കഴിയുന്നില്ല. ഈ യാത്രക്കാർക്ക് കൃത്യമായ വിവരം ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ആശങ്കയിലാണ്. ആ ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള യാത്രക്കാർ പങ്കുവെക്കുന്നത്. അനിശ്ചിത കാലത്തേക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കൃത്യമായി തന്നെ ഈ വിവരങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. കാരണം ഇപ്പോഴും യുദ്ധസമാനം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇത് അനിശ്ചിതമായി നീളുന്ന ഒരു സംഭവം, സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇപ്പോൾ യാത്രക്കാരെ സംബന്ധിച്ച് ഒരു കടുത്ത പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ്. അവരുടെ ജോലി അടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വിഷയം തന്നെയാണ് ഇപ്പോൾ യാത്രക്കാരും നമ്മളോട് പങ്കുവയ്ക്കുന്നത്.